തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് നഗര കേന്ദ്രങ്ങളിൽ ബി.ജെ.പിക്ക് വൻ വളർച്ച. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടത് വലത് മുന്നണികളുടെ അവിശുദ്ധ കൂട്ടുകെട്ടിനിടയിലും ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കുകയാണോ ബി.ജെ.പി? വടക്കേന്ത്യയിലെ പോലെ നഗര കേന്ദ്രീകൃത പാർട്ടിയായി കേരളത്തിലും ബി.ജെ.പി വലിയ വളർച്ച കൈവരിച്ചതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. സംസ്ഥാനമാകെ ശക്തമായ വേരോട്ടം നടത്താൻ ഈ തിരഞ്ഞെടുപ്പോടെ ബി.ജെ.പിക്ക് സാധിച്ചു. പാലക്കാട്, വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം നിയമസഭാ മണ്ഡലങ്ങളിൽ നിർണായക ശക്തിയായി ബി.ജെ.പി മാറി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം എടുത്തു പറയാവുന്നതാണ്. എല്ലാ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ബി.ജെ.പിക്ക് വളർച്ച കൈവരിക്കാൻ ഈ തെരഞ്ഞെടുപ്പോടെ സാധിച്ചു. കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ഭരണത്തിലെത്തുകയും ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കാനും കഴിഞ്ഞു. കോർപ്പറേഷനിൽ 93 വാർഡുകളിലും മുനിസിപ്പാലിറ്റിയിൽ 324 വാർഡുകളിലും വിജയം കൈവരിച്ചു. കോർപ്പറേഷനിൽ 100-ലധികം വാർഡുകളിലും മുനിസിപ്പാലിറ്റികളിൽ 500-ലധികം വാർഡുകളിലും ബി.ജെ.പി രണ്ടാം സ്ഥാനത്തെത്തി. നഗരസഭകളിൽ 3-ലെന്നിടത്ത് ബി.ജെ.പി സാന്നിധ്യം ഉറപ്പിച്ചു. 2021 സ്ഥലങ്ങളിൽ രണ്ടാം സ്ഥാനം. കോഴിക്കോട് നഗരസഭയിൽ 13 വിജയിച്ചു. കൊല്ലത്ത് 12 ജയം, 11 രണ്ടാം സ്ഥാനം. തിരുവനന്തപുരത്ത് 50 വാർഡുകളിൽ വിജയം, 26 വാർഡുകളിൽ രണ്ടാം സ്ഥാനം. തൃശൂരിൽ 8 ജയം, 8 രണ്ടാം സ്ഥാനം. ഗ്രാമപഞ്ചായത്തുകളിൽ 1500 വാർഡുകളിൽ എൻ.ഡി.എക്ക് വിജയമുണ്ട്. 26 സ്ഥാപനങ്ങളിൽ ഭരണം നേടി. 2000-നടുത്ത് വാർഡുകളിൽ രണ്ടാം സ്ഥാനം. ഇതിൽ ഭൂരിപക്ഷം വാർഡുകളിലും നേരിയ വോട്ടുകൾക്കാണ് തോൽവി. ബി.ജെ.പിയെ തടയാൻ ഇന്ത്യ മുന്നണിയും മതന്യൂനപക്ഷ പാർട്ടികളും ചേർന്ന് നടത്തിയ നീക്കത്തിലാണ് 500ഓളം വാർഡുകളിലെ സീറ്റുകൾ നഷ്ടമായത്. കഴിഞ്ഞ തവണ ബി.ജെ.പി വിജയിച്ച വാർഡുകളിൽ ഇത്തവണ ജയിക്കാതിരിക്കാൻ ഇന്ത്യ മുന്നണി നേരത്തെ തന്നെ നീക്കം നടത്തിയിരുന്നു. പഞ്ചായത്ത് തലങ്ങളിലും ബി.ജെ.പിക്കെതിരെ ഒന്നിച്ചു. ഇല്ലെങ്കിൽ 3500 വാർഡുകളിലെങ്കിലും വിജയം കൈവരിക്കുമായിരുന്നു. വലിയ നേട്ടം പ്രതീക്ഷിച്ച ബി.ജെ.പിക്ക് നിരാശ. തൃശൂരിൽ അപ്രതീക്ഷിത തിരിച്ചടി. സംസ്ഥാന നേതാവിനെ വിളിച്ച് താക്കീത് ചെയ്യുമെന്ന റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിജയം ഉണ്ടാകാത്തതിൽ നേതാക്കളെ താക്കീത് ചെയ്യാനും കീഴ്ഘടകങ്ങളിൽ പുനഃസംഘടന നടത്താനും ബി.ജെ.പി. സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെട്ടതും എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാതിരുന്നതുമാണ് നേതൃത്വം ഗൗരവത്തിലെടുത്തിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ പ്രധാന ലക്ഷ്യമായി അവതരിപ്പിച്ചാണ് സംസ്ഥാന നേതൃത്വം തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയത് തന്നെ. വീഴ്ച വരുത്തിയ പ്രദേശങ്ങളിലെ ചുമതലക്കാരായ നേതാക്കളെയും ജില്ലാ പ്രസിഡന്റുമാരെയുമാണ് താക്കീത് ചെയ്യുക. തൃശൂരിലാണ് അപ്രതീക്ഷിത തിരിച്ചടി ഉണ്ടായത്. ഇവിടെ സ്ഥാനാർത്ഥി നിർണയ ഘട്ടം മുതൽ അനാവശ്യമായി ഇടപെട്ട സംസ്ഥാന നേതാവിനെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി താക്കീത് ചെയ്യുമെന്നാണ് വിവരം. തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയിച്ചതൊഴിച്ചാൽ കാര്യമായ നേട്ടമുണ്ടാക്കാനായില്ലെന്ന വികാരം നേതൃത്വത്തിനുണ്ട്. രാഷ്ട്രീയമായി വോട്ട് ചെയ്യുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ വലിയ മേൽക്കൈ ബി.ജെ.പി പ്രതീക്ഷിച്ചിരുന്നു. കഴിഞ്ഞ തവണത്തെ 2-ൽ നിന്നും ഇക്കുറി 1-ലേക്ക് ചുരുങ്ങി. മുനിസിപ്പൽ കൗൺസിലർമാരുടെ എണ്ണത്തിൽ 4-ന്റെ മാത്രം വർധനയാണുണ്ടായത്. കുറഞ്ഞത് 2500 ജനപ്രതിനിധികൾ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച ബി.ജെ.പിക്ക് 1911 പേരെ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. പകരം നേതാക്കളെ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട് മൂലം ജില്ലാ പ്രസിഡന്റുമാരെ മാറ്റാതെ ജനറൽ സെക്രട്ടറിമാർ മുതൽ താഴെത്തട്ടിലേക്കായിരിക്കും പുനഃസംഘടനയെന്ന് മുതിർന്ന നേതാവ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് സമയത്ത് നിഷ്ക്രിയരായിരുന്ന മണ്ഡലം പ്രസിഡന്റുമാരെ നീക്കും. ഇതെല്ലാം ഡിസംബറിൽ പൂർത്തിയാക്കാനാണ് പരിപാടി.